അമേരിക്കൻ തിരഞ്ഞെടുപ്പിലെ അനായാസമായ ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ യുഎസിൽ വൻ നിക്ഷേപ പ്രഖ്യാപനവുമായി ഗൗതം അദാനി രംഗത്തെത്തിയതോടെ മറ്റ് ആഗോള ബിസിനസ് ഭീമന്മാർ ഞെട്ടിയിരിക്കുകയാണ്. അമേരിക്കയിലെ ഊർജ്ജ സുരക്ഷയിലും അടിസ്ഥാന സൗകര്യ മേഖലയിലും $10 ബില്യൺ നിക്ഷേപമാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായി അദാനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15,000 തൊഴിലവസരങ്ങൾ വരെ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് യുഎസ് ഊർജ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ $10 ബില്യൺ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് പദ്ധതിയിടുന്നതെന്ന് ചെയർമാൻ ഗൗതം അദാനി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. എന്നാൽ എന്ത് പദ്ധതിയാണ് തങ്ങളുടെ പരിഗണനയിലുള്ളത് എന്നോ എപ്പോഴത്തേക്ക് ഈ നിക്ഷേപം നടത്തുമെന്നോ അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ഇതിലൂടെ 15,000 പേർക്ക് ജോലി ലഭിക്കുമെന്ന് ഗൗതം അദാനി വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം ദൃഢമാകുന്ന സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പ് ആഗോളതലത്തിലെ അനുഭവ സമ്പത്ത് അമേരിക്കയിലേക്ക് കൂടി എത്തിക്കുകയാണ് എന്ന് ഗൗതം അദാനി എക്സിൽ കുറിച്ചു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ അഭിനന്ദിച്ച അദാനി ഊർജ്ജ സുരക്ഷയും പ്രതിരോധ ശേഷിയുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുന്ന അമേരിക്കൻ പദ്ധതികളിൽ ആഗോള വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ സന്നദ്ധമാകുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലുള്ളതാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദാനി വ്യക്തമാക്കുന്നു. ഇതിനിടെ തന്റെ വിശ്വസ്തരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റ് പ്രഖ്യാപനവും വന്നു. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും. ഫ്ലോറിഡയിൽ നിന്നുള്ള യുഎസ് സെനറ്ററാണ് റൂബിയോ. ഈ പദവിയിലെത്തുന്ന ആദ്യ ലാറ്റിനോ വംശജൻ കൂടിയാണ് മാർക്കോ റൂബിയോ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് കൂറുമാറിയെത്തിയ തുൾസി ഗാബാർഡാണ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ഈയിടെ കൂറുമാറിയ മുൻ ഡെമോക്രാറ്റ് ജനപ്രതിനിധിയാണ് ഗാബാർഡ്. അറ്റോർണി ജനറൽ പദവിയിലേക്ക് എത്തുന്നത് മാറ്റ് ഗേറ്റ്സ് ആണ്. ട്രംപിന്റെ വിശ്വസ്തനും ഫ്ലോറിഡയിൽ നിന്നുള്ള ജനപ്രതിനിധിയുമാണ് മാറ്റ് ഗേറ്റ്സ്. അതേസമയം നിരവധി കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗേറ്റ്സിന്റെ നിയമനത്തിന് അംഗീകാരം നൽകുന്നതിൽ റിപ്പബ്ലിക്കൻ സെനറ്റർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൌസിലേക്ക് ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചുകൊണ്ടുള്ള ജോ ബൈഡന്റെ ക്ഷണവും എത്തി. അടുത്ത വർഷം ജനുവരി 20 സമാധാനപരമായ അധികാര കൈമാറ്റം ഉണ്ടാവുമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. 2020 അധികാര കൈമാറ്റത്തിൽ ബൈഡന് വൈറ്റ് ഹൌസിൽ സ്വീകരണമൊരുക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല.